Education by Adrene Rich. About the author, Adrene Rich. Adrene Rich, the renowned poet, essayist, and a political activist for women, who famously defined herself as woman, lesbian, and feminist, was born in Baltimore, the US in 1929. Adrene Rich വളരെ പ്രസിദ്ധയായ പോയറ്റ്, ലേഖന രചയിതാവ്, രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ പ്രസിദ്ധയായ സ്ത്രീയാണ്. ഹു ഫേമസ്ലി ഡിഫൈൻഡ് ഹെർസെൽഫ്. അവർ സ്വയം വിശേഷിപ്പിച്ചത് ഇപ്രകാരമാണ്: വുമൺ, ലെസ്ബിയൻ, ഫെമിനിസ്റ്റ്. ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു സ്വവർഗ അനുരാഗിയാണ്, ഞാനൊരു സ്ത്രീ പക്ഷപാതിയാണ്. She was born in Baltimore in US 1929. 1929 അമേരിക്കയിലെ ബാൾട്ടിമോറിൽ ജനനം. In the final year of her graduation, she won the prestigious Yale Series of Younger Poetic Award for her book A Change of World in 1951 from a jury headed by W.H. Auden. ഗ്രാജുവേഷൻ ബിരുദത്തിന് പഠിക്കുമ്പോൾ അവസാന വർഷത്തിൽ യേൽ സീരീസ് യങ്ങർ പോയറ്റിക് അവാർഡ് അവർ സ്വന്തമാക്കി. അവരുടെ എ ചേഞ്ച് ഓഫ് വേൾഡ് എന്ന് പറയുന്ന പുസ്തകത്തിനായിരുന്നു ഈ പ്രൈസ് നേടിയത്. 1951 പ്രസിദ്ധനായ ഇംഗ്ലീഷ് പോയറ്റ് W.H. ഓഡൻ അടക്കം അംഗമായിരുന്ന ജൂറിയാണ് ഇവരെ ഈ ഒരു അവാർഡിനു വേണ്ടി തിരഞ്ഞെടുത്തത്. ഷീ മാരീഡ് ആൽഫ്രഡ് എച്ച് കൊണാർഡ്, എ ഹവാർഡ് എക്കണോമിസ്റ്റ്, ഇൻ 1953. 1953 ഹവാർഡ് യൂണിവേഴ്സിറ്റിയിലെ എക്കണോമിസ്റ്റ് പ്രൊഫസറായിരുന്ന ആൽഫ്രഡ് എച്ച് കൊണാർഡിനെ ഇവർ വിവാഹം കഴിച്ചു. ബിക്കം എ മദർ ഓഫ് 3 സൺസ് ബൈ 1959. 1959 ആയപ്പോഴേക്കും 3 മക്കളുടെ മാതാവാവുകയും ചെയ്തു. ഒരു സെക്കൻഡ് കളക്ഷൻ ഓഫ് പോയട്രി എൻടൈറ്റിൽഡ് ദ ഡയമണ്ട് കട്ടേഴ്സ് was published in 1955. 1955 ഡയമണ്ട് കട്ടേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ടാമത്തെ ഒരു കവിതാ സമാഹാരം പുറത്തിറങ്ങുകയുണ്ടായി. ദ ടെമിൾട്ടസ് 1960. 1960 പ്രക്ഷോഭത്തിൽ ഷി ബിക്കം ദ ഗ്രേറ്റസ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ ഒപ്രസ്ഡ് ബൈ ദ സ്റ്റാൻഡിംഗ് ഫോർ ദ റൈറ്റ് ഓഫ് വുമൻ and the sexual minority, beside her participation in civil rights movement and anti-Vietnam war protest. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടിയും ലിംഗപരമായ ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടിയും പോരാട്ടം മുന്നിൽ നിന്ന് നയിക്കുകയും കൂടാതെ ആൻറ്റി വിയറ്റ്നാം വാറിൽ എതിർത്തും അമേരിക്കയിലെ മനുഷ്യാവകാശ പ്രക്ഷോഭങ്ങൾക്ക് പങ്കാളികളാവുകയും ചെയ്തു. Her works Snapshot of Daughter-in-Law, published in 1963, and Leaflets, published in 1969, were testimonies of her politics. ഈ കൃതികൾ അവരുടെ രാഷ്ട്രീയത്തിന് തെളിവായി അവതരിപ്പിക്കപ്പെടുന്നു. Identify herself as a lesbian, she left her husband in 1970, which led him to shoot and kill himself. താനൊരു സ്വവർഗാനുരാഗിയാണെന്ന് തിരിച്ചറിയുന്നതോടുകൂടി 1970 അഡ്രനെ റിച്ച് തൻ്റെ ഭർത്താവിനെ വിട്ട് പോവുകയും അദ്ദേഹം പിന്നീട് ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു. റിച്ച് won the 1974 നാഷണൽ ബുക്ക് അവാർഡ് ഫോർ ഡൈവിംഗ് ഇൻ ടു ദ wreck. One of our most celebrated collection consists of angry exploitory poem. 1974 നാഷണൽ ബുക്ക് അവാർഡ് ഡൈവിംഗ് ഇൻ ടു ദ റെക്ക് എന്ന് പറയുന്ന സമാഹാരത്തിന് നേടിയെടുക്കുന്നു. ഏറ്റവും പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ഡൈവിംഗ് ഇൻ ടു ദ റെക്ക് എന്നുള്ള പുസ്തകം. 1973 ഇത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ചൂഷണത്തിനെതിരെയുള്ള ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഷി ബിഗാൻ ടു കോ ലിവിംഗ് വിത്ത് ജമൈക്കൻ ബോൺ നോവലിസ്റ്റ് മൈക്കൽ ക്ലിഫ് ഇൻ 1976. 1976 മുതൽ മൈക്കൽ ക്ലിഫ് എന്ന് പറയുന്ന ജമൈക്കൻ നോവലിസ്റ്റിൻ്റെ കൂടെയാണ് ഇപ്പോൾ അഡ്രനെ റിച്ച് താമസിക്കുന്നത്. The questioning of patriarchal assumptions, the need for change, and the power of the will
were these themes of early writing until the publication of The Dream of Common Language 1978, which argues the common woman's language and a concern of the most feminist all over the globe 1970s. In the need of change and power the will themes early writing until the publications of The Dream of Common Language. അവരുടെ പുസ്തകത്തിലൂടെ പാട്രിയാർക്കൽ അസംഷനെ, പുരുഷ മേധാവിത്വ ഊഹങ്ങളെ ചോദ്യം ചെയ്യുകയും അധികാര മേഖലയിൽ ഒരു മാറ്റം ആവശ്യമാണെന്നും അവരുടെ പുസ്തകങ്ങൾ എഴുത്തുകളിലൂടെ അവതരിപ്പിക്കുന്നു. ഇത്തരം ആശയങ്ങൾ അവതരിപ്പിക്കപ്പെട്ട പുസ്തകമാണ് ഡ്രീം ഓഫ് കോമൺ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സ്ത്രീകളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹിത്യതലം വേണം എന്ന് വാദിക്കുന്ന ഒരു പുസ്തകമാണ് ഡ്രീം ഓഫ് കോമൺ ലാംഗ്വേജ് എന്നുള്ള പുസ്തകം. എ കോമൺ മോസ്റ്റ് ഫെമിനിസ്റ്റ് ആൾ ഓവർ ദ വേൾഡ് 1970. 1970-കളിൽ ലോകം മുഴുവൻ പ്രസിദ്ധമായ ഏറ്റവും ഫെമിനിസ്റ്റിക് പുസ്തകമാണ് ദ ഡ്രീം ഓഫ് കോമൺ ലാംഗ്വേജ്. ആൻഡ് അറ്റ്ലാന്റാസ് ഏർലി വേൾഡ് 1991, ദ സ്കൂൾ അമംഗ് ദ റൂയിൻസ് ആൻഡ് ടുനൈറ്റ് നോ പോയട്രി വിൽ സെർവ്സ് ആർ ദ ടൈറ്റിൽ സം ഓഫ് ഹർ പോയട്രി കളക്ഷൻ. ഇതെല്ലാം അവരുടെ പ്രസിദ്ധമായ കാവ്യ സമാഹാരങ്ങളാണ്. ഡ്യൂ ടു ഹർ ഡിഫറൻസ് the policies of the US government and President Clinton, she refused to accept prestigious National Medal for the Arts 1997. അമേരിക്ക 1997 നാഷണൽ മെഡൽ, ആർട്സിനുള്ള കലയ്ക്കുള്ള നാഷണൽ മെഡൽ നൽകി ആദരിച്ചപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളോടും പ്രസിഡൻറ്റ് ബിൽ ക്ലിൻ്റനോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ഈ നാഷണൽ മെഡൽ നിരസിക്കുകയായിരുന്നു. ഷീ ഡൈഡ് ഓൺ 27 March 2012 at the age of 82. 82-ാമത്തെ വയസ്സിൽ 2012 മാർച്ച് 27 അവർ അന്തരിച്ചു. In 1970s, when Rich emerged as a radical feminist, she famously stated that the way we live in patriarchal society is dangerous for humanity. 1970-കളിൽ എഡ്രിന റിച്ച് ഒരു റാഡിക്കൽ ഫെമിനിസ്റ്റായി മാറി എന്ന് പറഞ്ഞാൽ ഒരു പുരോഗമനവാദിയായിട്ടുള്ള സ്ത്രീപക്ഷവാദിയായി മാറി. ഷീ ഫേമസ്ലി സ്റ്റേറ്റഡ്, അക്കാലത്ത് അവരുടെ പ്രസിദ്ധമായൊരു വാക്കുണ്ട്, ദ വേ വി ലീവ് ഇൻ പാട്രിയാർക്കൽ സൊസൈറ്റി ഈസ് ഡേഞ്ചറസ് ഫോർ ഹ്യൂമാനിറ്റി. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം പുരുഷ മേധാവിത്വ സമൂഹമാണ്, അത് മനുഷ്യകുലത്തിന് തന്നെ അപകടമാണ്. ഷീ വാസ് അൺഅപ്പോളജറ്റിക് ഹർ പൊളിറ്റിക്കൽ സ്റ്റാൻസസ് and when criticized for anti-male bias her writing. എഴുത്തുകളിലൂടെ പുരുഷ വിദ്വേഷം പുരുഷനെതിരായി പുരുഷനെ വിമർശിച്ചുകൊണ്ട് എഴുതുകയും രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒത്തുതീർപ്പില്ലാത്ത നിലപാടുമായിരുന്നു അവർക്ക്. ഐ മേക്ക് നോ ക്ലെയിം ടു ബി ദ യൂണിവേഴ്സ് ന്യൂട്ടർ ആൻഡ്രോജൈനസിസ്. ഞാൻ അവകാശപ്പെടുന്നത് ഈ പ്രപഞ്ചത്തിൽ ന്യൂട്രലായിട്ടുള്ള അല്ലെങ്കിൽ ആൻഡ്രോജൈനസ് എന്ന് പറഞ്ഞാൽ ഉഭയലിംഗപരമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഹർ പൊളിറ്റിക്കൽ ബിലീവ്സ് ബെസ്റ്റ് മാനിഫെസ്റ്റഡ് ഹർ കമൻസ്. രാഷ്ട്രീയപരമായ അവളുടെ ചിന്ത അല്ലെങ്കിൽ വിശ്വാസം അത് അവരുടെ ഈ വാക്കുകളിലുണ്ട്. ആൾ ഹ്യൂമൻ ലൈഫ്സ് ഇൻ ദ പ്ലാനറ്റ് ഈസ് ബോൺ ഓഫ് വുമൺ. ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരും സ്ത്രീകളിൽ നിന്നാണ് ജനിക്കുന്നത്. ദ വൺ യൂണിഫൈയിങ് ഇൻകൺവേർട്ടബിൾ എക്സ്പീരിയൻസ് ഷെയർഡ് ബൈ ആൾ വുമൺ ആൻഡ് മെൻ is that a months-long period we spend unfold inside a woman's body. എല്ലാം യൂണിഫൈ, ഒരുമിക്കപ്പെടുന്നതും ഒരിക്കലും ഇൻകോൺട്രവേർട്ടബിൾ, ഒരിക്കലും തർക്കമില്ലാത്ത ഒരു വസ്തുതയുമാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതെന്ത് ചെയ്യുന്നു, ഒരു സ്ത്രീയുടെ ശരീരത്തിൽ മാസങ്ങളോളം കിടന്ന് രൂപപ്പെടുന്നതാണ് എന്നുള്ള കാര്യം ഒരിക്കലും തർക്കരഹിതമായ ഒന്നാണ് താനും. For this convocation, I planned to separate my remarks into two parts. Some thoughts about you, the women students here, and some thoughts about us who teach in a women's college. ഈ കോൺവൊക്കേഷനിൽ, ഈ ബിരുദദാന ചടങ്ങിൽ I planned to separate my remarks in two parts. ഞാൻ 2 കാര്യങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. Some thoughts about you. അതിലൊന്ന് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. ദ വുമൺ സ്റ്റുഡൻസ് ഹിയർ, ഇവിടെ പഠിക്കുന്ന പെൺകുട്ടികളായ വിദ്യാർത്ഥികളെക്കുറിച്ച്. ആൻഡ് സം തോട്ട്സ് അബൌട്ട് അസ് ഹൂ ടീച്ചസ് ഇൻ എ വുമൻസ് കോളേജ്. രണ്ടാമത്തത് ഇവിടെ പഠിപ്പിക്കുന്ന
പ്രത്യേകിച്ച് വുമൻസ് കോളേജിൽ പഠിപ്പിക്കുന്ന ഞങ്ങളെക്കുറിച്ച്, അധ്യാപകരെക്കുറിച്ച്. ബട്ട് അൾട്ടിമേറ്റ്ലി ദോസ് ടു പാർട്സ് ആർ ഇൻഡിവൈസബിൾ. പക്ഷേ സത്യമായി പറയട്ടെ, ഈ രണ്ട് ഭാവങ്ങളും ഒരിക്കലും ഇൻഡിവൈസബിൾ, വേർപെടുത്താൻ സാധിക്കാത്തതാണ്. If university education means anything beyond the process of human beings into expected role through credit hours, test and grades, it implies an ethical and intellectual contract between teacher and student. ഒരു സർവകലാശാല വിദ്യാഭ്യാസം എന്നാൽ അത് എല്ലാത്തിനും അപ്പുറമാണ്. പ്രത്യേകിച്ചും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്കുകൾക്കും പരീക്ഷകൾക്കും അപ്പുറമാണ് ഒരു സർവകലാശാല വിദ്യാഭ്യാസം. ഇറ്റ് ഇംപ്ലൈസ് എത്തിക്കൽ ഇൻ്റലക്ച്വൽ കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ്. ടീച്ചറും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഒരു ധാർമ്മികമായ അല്ലെങ്കിൽ വൈജ്ഞാനികമായ ഒരു ബന്ധമാണ് ഒരു സർവകലാശാല വിദ്യാഭ്യാസം എന്നാൽ. ദിസ് കോൺട്രാക്റ്റ് മസ്റ്റ് റിമെയിൻ ഇൻഡ്യൂസീവ്, ഡൈനാമിക്, അൺറിട്ടൺ. ഈ ബന്ധം അല്ലെങ്കിൽ ഈ കരാർ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി സത്യസന്ധവും ഒരിക്കലും എഴുതപ്പെട്ടിട്ടില്ലാത്തതുമായ ഒരു ധാർമ്മിക ബന്ധമാണ്. ബട്ട് വി മസ്റ്റ് ടേൺ ടു ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ഇഫ് ലേണിംഗ് ഈസ് ടു ബി റീക്ലെയിംഡ് ഫ്രം ഡീപേഴ്സണലൈസേഷൻ ആൻഡ് ചീപ്പനിങ് പ്രഷർ ഓഫ് ദ പ്രസൻറ്റ് ഡേ അക്കാദമിക് സീൻസ്. പക്ഷേ ഇന്നത്തെ പാഠ്യേതര തലത്തിൽ ഇന്ന് ഈ ബന്ധം എന്ന് പറയുന്നത് പലപ്പോഴും അവകാശപ്പെടുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്നതും അങ്ങേയറ്റം വില കുറഞ്ഞതുമായ ഒരു വസ്തുതയായി മാറിയിരിക്കുകയാണ്. The first thing I want to say to you who are students is that you cannot afford to think of being here to receive an education. You will do much better to think of being here to claim one. ആദ്യത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആരാണ് ഒരു വിദ്യാർത്ഥി എന്നുള്ളതാണ്. യു കാണ്ട് അഫോർഡ് ടു തിങ്ക് ഓഫ് ബീയിങ് ഹിയർ റിസീവ് ആൻ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം സ്വീകരിക്കുന്നവനാണ് വിദ്യാർത്ഥി എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. യു വിൽ ഡു മച്ച് ബെറ്റർ ടു തിങ്ക് ഓഫ് ബീയിങ് ഹാവ് ടു ക്ലെയിം വൺ. വിദ്യാഭ്യാസം അവകാശപ്പെടുന്നവനാണ്, ക്ലെയിം ചെയ്യുന്നവനാണ് വിദ്യാർത്ഥി എന്ന് വേണം ചിന്തിക്കാൻ. One of the dictionary definition of the verb to claim is. ക്ലെയിം എന്ന് പറയുമ്പോൾ അതൊരു ക്രിയയാണല്ലോ. ഡിക്ഷണറിയിൽ എന്താണ് അതിൻ്റെ നിർവചനം എന്ന് നോക്കാം. ടു ടേക്ക് ആസ് റൈറ്റ്ഫുൾ ഓണർ, യഥാർത്ഥ അവകാശി എന്നാണ് അതിനർത്ഥം. ടു അസേർട്ട് ഇൻ ദ ഫേസ് ഓഫ് പോസിബിൾ കൺട്രാഡിക്ഷൻ, ഇതിന് വൈരുദ്ധ്യമാർന്ന ഒരു വാക്കും അല്ലെങ്കിൽ വാദവും ഉയർന്നേക്കാം. To receive is to come to possession of. To receive, സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ to possession of, അത് സ്വന്തമാക്കുക എന്നാണ്. To act as a receptacle or a container of, അല്ലെങ്കിൽ ഒരു സംഭരണിയെപ്പോലെ അത് ശേഖരിച്ചു വയ്ക്കുക എന്നാണ്. To accept as authoritative or true, അല്ലെങ്കിൽ ആധികാരികമായി അത് അംഗീകരിക്കുക എന്നാണ്. The difference is to between acting and being acted upon. ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആക്ടിങ് എന്നും ആക്റ്റഡ് അപ്പോൺ എന്നുള്ളതുമായ വ്യത്യാസമാണ്. പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അത് ഒരു സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഫോർ വുമൺ ഇറ്റ് ക്യാൻ ലിറ്ററലി മീൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത്. സാഹിത്യപരമായി പറഞ്ഞാൽ സ്ത്രീയെ സംബന്ധിച്ച് ഇത് ജീവിതവും മരണവും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. One of the devastating weakness of university learning, of the store knowledge and opinion that has been handed down through the academic training, has been its almost total erasure of women's experience and thought from the curriculum, and its exclusion of women member of academic community. The devastating weakness of university learning, സർവകലാശാല വിദ്യാഭ്യാസത്തിൻ്റെ പഠനത്തിൻ്റെ ഏറ്റവും ദുരന്തസമാനമായ ദുർബലത എന്നത്, ഡിവാസ്റ്റേറ്റിംഗ് വീക്ക്നെസ് എന്ന ദുരന്തസമാനമായ ദുർബലത എന്നത്
The store of knowledge and opinion have been handed down through academic training has been almost total erosion of women experience എന്നാണ്. അറിവിൻ്റെ ഈ ശേഖരം അല്ലെങ്കിൽ അക്കാദമിക് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നൽകപ്പെടുന്ന അഭിപ്രായങ്ങളും അറിവുകളും പലപ്പോഴും സ്ത്രീകളുടെ അനുഭവങ്ങൾ അതിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടതൊന്നാണ്. പാഠ്യവിഷയങ്ങളിൽ പലപ്പോഴും സ്ത്രീകളുടെ അനുഭവങ്ങളോ ചിന്തകളോ ഉൾപ്പെടുത്താറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. ടുഡേ the increasing numbers of women students nearly every branch of higher learning. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ ശാഖകളിലും പഠിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. We still see very few women in the upper level of faculty. എങ്കിൽ നമുക്കറിയാം ഇവരെ പഠിപ്പിക്കാൻ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉയർന്ന തലങ്ങളിൽ പഠിപ്പിക്കാനുള്ള അധ്യാപകർ, സ്ത്രീകളായിട്ടുള്ള അധ്യാപകരുടെ എണ്ണം കുറവാണ്. അഡ്മിനിസ്ട്രേഷൻ ഇൻ മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഭൂരിഭാഗം സ്ഥാപനങ്ങളിലും അതിൻ്റെ ഭരണ നേതൃത്വത്തിലും അധ്യാപകരായിട്ടുള്ള സ്ത്രീകൾ വളരെ കുറവാണ്. ഡഗ്ലസ് കോളേജ് ഇറ്റ്സെൽഫ് വുമൻസ് കോളേജ്. ഡഗ്ലസ് കോളേജ് ഒരു വുമൻസ് കോളേജാണ്. യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേറ്റഡ് ഓവർവെർമിംഗ്ലി മെൻ. എങ്കിൽ ഇതിൻ്റെ ഭരണതലത്തിൽ ഫാക്കൽറ്റി ലെവലിൽ കൂടുതലും പുരുഷന്മാരാണ്. whom in turn are answerable to the state legislature, again composed predominantly of men. പുരുഷന്മാർ മേധാവിത്വമാണ് നീതി നിർവഹണ മേഖലയിലും എന്ന് നമുക്കറിയാമല്ലോ. But the most significant fact for you that what you learn here, the very text you read, പക്ഷെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു ഘടകം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് നിങ്ങളിവിടെ പഠിക്കുന്നത് എന്നാണ്. ദ ടെക്സ്റ്റ് യു റീഡ്, നിങ്ങൾ വായിച്ചു പഠിക്കുന്ന പുസ്തകങ്ങൾ. ദ ലെക്ചർ യു ഹിയർ, നിങ്ങൾ കേൾക്കുന്ന പ്രഭാഷണങ്ങൾ. ദ വേ യു സ്റ്റഡീഡ് ഡിവൈഡ് ഇൻ ടു കാറ്റഗറൈസ് ഫ്രാഗ്മെൻറ്റഡ് വൺ ഫ്രം അതേഴ്സ്. നിങ്ങൾ പലപ്പോഴും കേൾക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുന്നത് എപ്പോഴും ഫ്രാഗ്മെൻറ്റഡ് ആണ്, പൂർണ്ണമല്ല. പലപ്പോഴും ആ അറിവ് നിങ്ങൾക്ക് കിട്ടുന്നത് പലപ്പോഴും ചെറിയ ഭാഗങ്ങൾ, ചെറു കഷ്ണങ്ങൾ മാത്രമാണ്. ശിഥിലമാക്കപ്പെട്ട അറിവുകൾ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. All this reflects to a very large degree neither objective reality nor an accurate picture of the past nor a group of rigorously tested observation about human behavior. നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഈ വായിച്ചു കൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ, നിങ്ങൾ കേൾക്കുന്ന ഈ പ്രഭാഷണങ്ങൾ, ഇതെല്ലാം ഫ്രാഗ്മെൻറ്റഡ് ആണ്. ഇത് പലപ്പോഴും ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നത്. All these reflect to very large degree neither objective reality nor an accurate picture of past. പലപ്പോഴും നമുക്ക് കിട്ടുന്നതിന് കൃത്യമായ ഒരു സത്യസന്ധമായ ഒരു ചിത്രം, ഭൂതകാലത്തെക്കുറിച്ച് സത്യസന്ധമായ ഒരു ചിത്രം പലപ്പോഴും നമുക്ക് ലഭിക്കാറ് തന്നെയില്ല. ഒരു കൂട്ടം മനുഷ്യരുടെ അവരുടേതായുള്ള ചിന്താഗതിയിലാണ് നമുക്ക് ഇത്തരം അറിവുകൾ ലഭിക്കുന്നത്. വാട്ട് യു ക്യാൻ ലേൺ ഹിയർ പറഞ്ഞു വരുന്നത് എന്താണ് നിങ്ങളിവിടെ പഠിക്കുന്നത് എന്നാണ്. ഐ മീൻ നോട്ട് ഓൺലി ദ ഡഗ്ലസ്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഡഗ്ലസ് കോളേജിൻ്റെ മാത്രം കാര്യമല്ല, ബട്ട് എനി കോളേജ് ഇൻ യൂണിവേഴ്സിറ്റീസ്. ഏതൊരു സർവകലാശാല കീഴിലുള്ള കോളേജുകളാണെങ്കിലും ഹൗ മെൻ ഹാവ് പ്രിസീവ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ് ദെയർ എക്സ്പീരിയൻസ്, ദെയർ ഹിസ്റ്ററി, ദെയർ ഐഡിയാസ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്സ്, ഗുഡ് ആൻഡ് ഈവിൾ, സിക്നസ് ആൻഡ് ഹെൽത്ത്. നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പുരുഷന്മാർ നേടിയെടുത്തിട്ടുള്ള അവരുടെ അറിവുകൾ, അവരുടെ ചരിത്രം, അവരുടെ ആശയങ്ങൾ, സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ച് അവരുടെ ചിന്താഗതികൾ, അവരുടെ നന്മതിന്മകൾ, അവരുടെ ആരോഗ്യകരവും നല്ലതുമായ വസ്തുതകൾ, പുരുഷൻ്റെ കാഴ്ചപ്പാടിലൂടെയുള്ള ചരിത്രമാണ്, അനുഭവമാണ്, ആശയങ്ങളാണ് ഇത്ര കാലവും നിങ്ങൾ പ്രഭാഷണങ്ങളിലൂടെ, പുസ്തകങ്ങളിലൂടെ ചരിത്രമായും വർത്തമാനമായും ഭാവിയായിട്ടും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെൻ യു റീഡ് ഓർ ഹിയർ അബൌട്ട് ഗ്രേറ്റ് ഇഷ്യൂസ്, നിങ്ങളൊരു വലിയ പ്രശ്നത്തെക്കുറിച്ച് വായിക്കുകയോ കേൾക്കുകയാണെങ്കിൽ, മേജർ ടെക്സ്റ്റ്, ഒരു പ്രധാന ഗ്രന്ഥത്തെക്കുറിച്ച് നിങ്ങൾ വായിക്കുകയോ കേൾക്കുകയാണെങ്കിൽ,
ദ മെയിൻ സ്ട്രീം ഓഫ് വെസ്റ്റേൺ തോട്ട്, മുഖ്യധാര പാശ്ചാത്യ ചിന്തകളെക്കുറിച്ച് കേൾക്കുകയാണെങ്കിലും യു ആർ ഹിയർ അബൌട്ട് വാട്ട് മെൻ, above all white men in their male subjectivity have decided is important. പലപ്പോഴും നിങ്ങൾ കേൾക്കുന്നത് പുരുഷനെക്കുറിച്ച്, പ്രത്യേകിച്ചും വെളുത്ത വർഗ്ഗക്കാരനെക്കുറിച്ച്, അതിനുമപ്പുറം പുരുഷ കേന്ദ്രീകൃതമായ ചിന്താഗതികളെക്കുറിച്ച്, അവൻ എന്താണോ ശരി തെറ്റ് എന്നുദ്ദേശിക്കുന്നത് അവൻ്റെ ആശയങ്ങൾ മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഒരിടത്തും സ്ത്രീ ഇല്ല, സ്ത്രീയുടെ അനുഭവങ്ങളില്ല, സ്ത്രീകളുടെ ചിന്താഗതികളില്ല. And other minority people have for some time recognized that their racial and ethnic experience was not accounted for in the studies broadly labeled human, that even the science can be racist. കറുത്ത വർഗ്ഗക്കാർ, അതുപോലെ മറ്റു ദുർബല മനുഷ്യർ ഒരു കാലത്ത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവരുടെ റേഷ്യൽ മൈനോറിറ്റി അല്ലെങ്കിൽ വർഗപരമായ വസ്തുതകൾ കൊണ്ട് അവരെ ഹ്യൂമൺ എന്ന്, മനുഷ്യനെന്ന് മുദ്ര കുത്താത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ശാസ്ത്രം റേസിസ്റ്റാണ്. ശാസ്ത്രം പോലും ഒരു കാലത്ത് വർണ്ണവിവേചനം കാണിച്ചിരുന്നു. ഫോർ മെനി റീസൺസ് ഇറ്റ് ഹാസ് ബീൻ മോർ ഡിഫിക്കൽട്ട് ഫോർ വുമൻ ടു കോംപ്രഹെൻഡ് അവർ എക്സ്ക്ലൂഷൻ. പല കാരണത്താൽ പലപ്പോഴും സ്ത്രീയെയും ഇതിൽ ഉൾപ്പെടുത്താൻ, എക്സ്ക്ലൂഷൻ പൂർണ്ണമായി ഒഴിവാക്കാൻ, ഉൾപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല. ടു റിയലൈസ് ദാറ്റ് സയൻസ് ക്യാൻ ബി സെക്സിസ്റ്റ്, അതായത് ശാസ്ത്രം ഒരു ലിംഗവിവേചനം കൂടി കാണിക്കുന്നുണ്ട് എന്നർത്ഥം. നിറത്തിൻ്റെ പേരിൽ മനുഷ്യനെ മനുഷ്യനായി ഉൾക്കൊള്ളിക്കാതിരിക്കുന്നു, ലിംഗത്തിൻ്റെ പേരിൽ മനുഷ്യനെ മനുഷ്യനായി ഉൾക്കൊള്ളിക്കാതിരിക്കുന്നു. For one thing, it only within the last 100 years that higher education has grudgingly been opened up to women at all. മറ്റൊരു കാര്യം, കഴിഞ്ഞ 100 വർഷങ്ങൾക്കിടയിൽ ഏറ്റവും അവസാനത്തിലാണ് ഉന്നത വിദ്യാഭ്യാസം ഗ്രഡ്ജിംഗ്ലി, വളരെ മടിയോടുകൂടി സ്ത്രീകൾക്ക് മുമ്പിൽ തുറക്കപ്പെട്ടത്. ഈവൻ ടു വൈറ്റ് ആൻഡ് മിഡിൽ ക്ലാസ് വുമൻ, പ്രത്യേകിച്ചും വെളുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ മധ്യവർഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രം. And many of us have found ourselves poring eagerly over books with the title like Descent of Man, Man and His Symbols, Irrational Man, The Phenomena of Man, The Future of Man, Man and Machine, From Man to Man, May Man Prevail, Man, Science and Society, or One-Dimensional Man. Books pretending to describe a human reality that does not include our one half the human species. മറ്റൊരു കാര്യം, നമ്മൾ വളരെ തിടുക്കത്തിൽ പുസ്തകങ്ങളിലേക്ക് ആകാംക്ഷയോടുകൂടി നമ്മൾ ബുക്കുകളുടെ തലക്കെട്ടുകളിലേക്ക് നോക്കിയാൽ ബുക്കുകളുടെ തലക്കെട്ട് ഇപ്രകാരം കാണാം: ഡീസെന്റ് മാൻ, മാൻ ആൻഡ് ഹീസ് സിംബൽസ്, ഇറാഷണൽ മാൻ. ഇത്തരത്തിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്. ഈ തലക്കെട്ടുകളെല്ലാം മാനെയാണ് പറയുന്നത്. ഫിനോമിന ഓഫ് മാൻ, ഫ്യൂച്ചർ ഓഫ് മാൻ, മാൻ ആൻഡ് മെഷീൻ, ഫ്രം മാൻ ടു മാൻ, മേ മാൻ പ്രിവെയിൽ, മാൻ, സയൻസ്, സൊസൈറ്റി, ഓർ വൺ ഡയമെൻഷണൽ മാൻ. ഈ ബുക്കുകളെല്ലാം പ്രിറ്റൻഡിങ് ഡിസ്ക്രൈബിങ് ഹ്യൂമൻ, മനുഷ്യനെയാണ് വിവരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. എങ്കിൽ അതൊരു പ്രിറ്റൻഡിങ്, നാട്യം മാത്രമാണ്. ഡസ് നോട്ട് ഇൻക്ലൂഡ് അവർ വൺ ഹാഫ് ഓഫ് ഹ്യൂമൻ സ്പീഷീസ്. ഇതിൽ മനുഷ്യവർഗത്തിലെ പാതി വർഗം ഇതിൽ ഉൾപ്പെടുന്നില്ല. അതായത് ഇതിൽ പുരുഷൻ്റെ മാത്രം ആശയങ്ങളായിരിക്കും, സ്ത്രീ ഇതിൽ ഉൾപ്പെടുന്നുണ്ടായിരിക്കില്ല എന്ന് സാരം. Than a decade ago, with the rebirth of feminist movement in this country, women students and teachers in a number of universities began to demand and set up women studies courses to claim a woman-directed education. Less than a decade ago, ഒരു ദശാബ്ദം മുൻപ് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് ഈ രാജ്യത്ത് ജന്മം കൊണ്ടപ്പോൾ വുമൺ സ്റ്റുഡൻസ്, പെൺകുട്ടികളായിട്ടുള്ള വിദ്യാർത്ഥികളും അതുപോലെ അധ്യാപകരും ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ അവർ ഡിമാൻഡ് ചെയ്തൊരു കാര്യമാണ് വുമൺ സ്റ്റഡീസ് കോഴ്സ്, സ്ത്രീകൾ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിക്കണമെന്ന്.
ടു ക്ലെയിം വുമൺ ഡയറക്റ്റഡ് എഡ്യൂക്കേഷൻ, സ്ത്രീകളെ നേതൃത്വത്തിലേക്ക് നയിക്കുന്ന, നേരായ പാതയിൽ നയിക്കാൻ കഴിയുന്ന വുമൺ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ യൂണിവേഴ്സിറ്റിയിൽ സ്ഥാപിക്കണമെന്ന് വാദിക്കുകയുണ്ടായി. ഡെസ്പൈറ്റ് ഇനിവൈറ്റബിൾ അക്യൂസേഷൻ അൺസ്കോളർലി ഗ്രൂപ്പ് തെറാപ്പി ഫാഡിസം, എങ്കിൽ ധാരാളം ആരോപണങ്ങൾ നേരിടേണ്ടി വന്നു. അൺസ്കോളർലിയാണ്, പാണ്ഡിത്യത്തിന് ഉതകുന്ന വിഷയങ്ങളല്ല എന്നുള്ളതോ, അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് മാറുന്നൊരു ട്രെൻഡാണ് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റാണ് എന്നുള്ള നിലയിൽ. ഫാഡിസം എന്ന് പറഞ്ഞാൽ ടെൻഡൻസി ടു ചേഞ്ച് എന്നാണ്, ഓരോ സ്റ്റൈൽ അനുസരിച്ച് ഇങ്ങനെ മാറാനുള്ള താല്പര്യം. ഡെസ്പൈറ്റ് ബ്ലാക്ക് ക്ലാഷ് ആൻഡ് ബഡ്ജറ്റ് കട്ട്, ഇതുകൂടാതെ ബഡ്ജറ്റ് വെട്ടിക്കുറയ്ക്കുകയും പിന്നിൽ നിന്നുള്ള കുത്തലുകൾ അതുപോലെ കാലുവാരലുകളൊക്കെ ഉണ്ടാവുകയും, എങ്കിലും വുമൻ സ്റ്റഡീസ് സ്റ്റിൽ ഗ്രോസ്, വുമൻ സ്റ്റഡീസ് വളരാൻ തുടങ്ങി. ഓഫറിംഗ് ടു മോർ ആൻഡ് മോർ വുമൻ ന്യൂ ഇൻ്റലക്ച്വൽ ഗ്രാസ് ഓഫ് ദർ ലീവ്സ്, സ്ത്രീകൾക്ക് കൂടുതൽ അവരുടെ ജീവിതത്തെക്കുറിച്ച് വൈജ്ഞാനികമായ പുതിയ അറിവ് അവർക്ക് നൽകാൻ സാധിച്ചു. ന്യൂ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അവർ ഹിസ്റ്ററി, നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് സ്ത്രീകൾ പുതിയ അറിവ് നേടാൻ തുടങ്ങി, അല്ലെങ്കിൽ ചരിത്രത്തെ വ്യക്തമായി അവർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. ഫ്രഷ് വിഷൻ ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ്, മനുഷ്യ അനുഭവങ്ങളെക്കുറിച്ചുള്ള പുതു കാഴ്ചപ്പാടുകൾ അവർക്കുണ്ടാവാൻ തുടങ്ങി. ആൾസോ ക്രിട്ടിക്കൽ ബേസിസ് ഓഫ് ഇവാലുവേറ്റിംഗ് വാട്ട് ദേ ഹിയർ ആൻഡ് റീഡ് അതർ കോഴ്സസ്, ഓരോ കോഴ്സിലും അവരെന്ത് പഠിക്കുന്നു അല്ലെങ്കിൽ അവരെന്ത് കേൾക്കുന്നു അതിനെ വിമർശനാത്മക മനോഭാവത്തോടു കൂടി മൂല്യനിർണ്ണയം ചെയ്യാനുള്ള കഴിവും അവർക്കുണ്ടായി. Is not really about women studies. Much as believe in their scholarly, scientific and human necessity. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വുമൻ സ്റ്റഡിയെക്കുറിച്ചല്ല യഥാർത്ഥത്തിൽ. അതിനപ്പുറം ഞാൻ വിശ്വസിക്കുന്നത് പാണ്ഡിത്യപരമായ അല്ലെങ്കിൽ ശാസ്ത്രീയപരമായ മാനുഷികപരമായ ആവശ്യങ്ങളെക്കുറിച്ചാണ്. While I think that any Douglas student has everything to gain by investigating enrolling in women studies courses, I want to suggest that there is more essential experience that you owe yourselves. One which courses in women studies can greatly enrich, but which finally depend on you in all your interaction with yours and your world. ഇപ്രകാരം ചിന്തിക്കുന്നു ഞാൻ. ഡഗ്ലസ് കോളേജിലെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക് എവരിത്തിങ് ടു ഗെയിൻ ബൈ ദിസ്, ഒരു വുമൻ സ്റ്റഡീസിൽ കോഴ്സിൽ ചേർന്നുകൊണ്ട് എല്ലാം നേടിയെടുക്കാം എന്ന് കരുതാമോ? ഒരിക്കലുമില്ല. ഐ വാണ്ട് ടു സജസ്റ്റ്, ഞാൻ നിർദ്ദേശിക്കുന്നത് ഈസ് മോറൽ എസെൻഷ്യൽ എക്സ്പീരിയൻസ്, നിങ്ങൾ സ്വയം ആവശ്യമുള്ള അനുഭവങ്ങൾ നേടിയെടുക്കണമെന്നുള്ളതാണ്. വൺ വിച്ച് കോഴ്സസ് വുമൻ സ്റ്റഡീസ് ക്യാൻ ഗ്രേറ്റ്ലി എൻറിച്ച്, ഈ അനുഭവ പാഠം നേടിയെടുക്കാൻ വുമൻ സ്റ്റഡീസ് നിങ്ങളെ സഹായിച്ചേക്കും. ഫൈനലി ഡിപ്പെൻഡിങ് ഓൺ യു ടു ഓൾ യുവർ ഇൻട്രാക്ഷൻ വിത്ത് യോഴ്സ് ആൻഡ് യുവർ വേൾഡ്, ഇത് നിങ്ങളും നിങ്ങൾ ജീവിക്കുന്ന ഈ ലോകവുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, ആശയവിനിമയമാണ് ഇതിലെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നത്. This is the experience taking responsibility towards yourself. അതായത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇറ്റ്സ് എ പോയിൻ്റ്, എ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളോട് ഒരു ഉത്തരവാദിത്തമുണ്ട്. ആൻഡ് അവർ upbringing as women has so often told us that this should come second to our relationship and the responsibility to other people. വളർന്നു വരുന്ന നമ്മുടെ പെൺകുട്ടികളോട് പലപ്പോഴും ഇപ്രകാരം പറയാറുണ്ട്, this should come second to our relationship and responsibility to other people. നമ്മളുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളുമായി അടുപ്പമുള്ള സുഹൃത്തുക്കളോടുള്ള കടമ, അതുപോലെ മറ്റുള്ളവരോട് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് പലപ്പോഴും പറയാറ്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം നമ്മളോട് തന്നെയാണ്. വി ഹാവ് ബീൻ ഓഫേർഡ് എത്തിക്കൽ മോഡൽ ഓഫ് സെൽഫ് ഡിനയിങ് വൈഫ് ആൻഡ് മദർ.
പലപ്പോഴും നമ്മുടെ മുന്നിൽ ധാർമ്മികമായ ചില മാതൃകകളുണ്ടാവാം. സ്വയം ത്യജിച്ചുകൊണ്ട്, എല്ലാം നിരസിച്ചുകൊണ്ട് ഒരു ഉത്തമ ഭാര്യയായിട്ടോ അമ്മയായിട്ടോ ജീവിക്കുന്നവർ, ഇൻ്റലക്ച്വൽ മോഡൽ ഓഫ് ബ്രില്യൻ്റ് ബട്ട് സ്ലാപ് ഡാഷ് ഡെലറ്റൻ്റ് who never commit herself to anything the whole way, or the intelligent woman who denies her intelligence in order to seem more feminine. അതായത് ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വം അവളോട് തന്നെയാണ്, അല്ലാതെ സ്വന്തം ഉത്തരവാദിത്വം ത്യജിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിലല്ല എന്നാണ് എഴുത്തുകാരി പറയുന്നത്. Intelligent woman who denies her intelligence in order to seem more feminine. ഒരു ബുദ്ധിമതിയായ സ്ത്രീ തൻ്റെ അറിവ്, ജ്ഞാനം, തൻ്റെ കഴിവ്, തൻ്റെ ബുദ്ധി അത് കൂടുതൽ സ്ത്രീ ആയിരിക്കാൻ വേണ്ടി അത് ത്യജിക്കുന്നത് ഏറ്റവും നല്ലതാണോ? To sit a passive silence even while she is inwardly everything is being said around her. ഒരു പാസീവായിട്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ട് അനുസരണയോടുകൂടി ആക്റ്റീവ് അല്ലാതെ എല്ലാം ഉള്ളിലൊതുക്കി ചുരുണ്ടുകൂടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്തമില്ലായ്മ എന്നാണ്. ഒരു അറിവുള്ളവൾ, ബുദ്ധിയുള്ളവൾ തീർച്ചയായും ആ ബുദ്ധി ഉപയോഗിക്കേണ്ടതാണ്. അതായത് പറഞ്ഞു വരുന്നത്, ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത് അവനവനോട്, അവളോട് തന്നെയാണ്, അവൾക്ക് അവളോട് തന്നെയാണ്, അല്ലാതെ മറ്റുള്ളവരോടല്ല. Responsibility to yourselves means refusing to let others do your thinking, talking and aiming for you. It means learning to respect and use your own brain and instincts, hence grappling with hard work. നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്തം എന്നാൽ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, നിങ്ങളെക്കുറിച്ച് എന്ത് സംസാരിക്കുന്നു, നിങ്ങളെ ഏത് പേരിൽ വിളിക്കുന്നു എന്നല്ല. ഇറ്റ് മീൻസ് ലേണിംഗ് റെസ്പെക്റ്റ് ടു ഓർ യൂസ് യുവർ ഓൺ ബ്രെയിൻ ആൻഡ് ഇൻസ്റ്റിങ്ക്റ്റ്. നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്തം എന്നാൽ നിങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. കൂടാതെ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ടു ഗ്രേപ്ലിംഗ് വിത്ത് ഹാർഡ് വർക്ക്, നിങ്ങളെ അധ്വാനത്തിൽ നിങ്ങൾ ഗ്രേപ്ലിംഗ് മുറുകെ പിടിക്കുക എന്നുള്ളതിലാണ്. ഇറ്റ് മീൻസ് ദാറ്റ് യു ഡു നോട്ട് ട്രീറ്റ് യുവർ ബോഡി ആസ് എ കോമഡിറ്റി വിത്ത് വിച്ച് ടു പർച്ചേസ് സൂപ്പർഫിഷ്യൽ ഇൻറ്റിമസി ഓർ എക്കണോമിക് സെക്യൂരിറ്റി. ഇതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഒരിക്കലും ഒരു വിൽപ്പനച്ചരക്കായി കാണുന്നില്ല എന്നാണ്. മറ്റുള്ളവരുടെ അടുപ്പം, ഇൻറ്റിമസി, അടുപ്പം, ഉപരിതലമായ ഒരടുപ്പം, ബാഹ്യമായ ഒരടുപ്പം നേടിയെടുക്കാനോ സാമ്പത്തികമായ ഒരു സുരക്ഷിതത്വം നേടാനോ വേണ്ടി നിങ്ങളുടെ ശരീരം ഒരു വിൽപ്പനച്ചരക്കായി നിങ്ങൾ കാണുകയില്ല എന്നുള്ളതാണ്. അവർ ബോഡി ഈസ് ടു ബി ട്രീറ്റഡ് ആസ് എൻ ഒബ്ജക്റ്റ്, അവർ മൈൻഡ് ആർ മോർട്ടൽ ഡേഞ്ചർ. നിങ്ങളുടെ ശരീരം ഒരു വസ്തുവായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് തീർത്തും അപകടത്തിലായിരിക്കും. It means insisting that those to whom you give your friendship and love are able to respect your mind. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു നിർബന്ധ ബുദ്ധി ആവശ്യമാണ്. To whom you give friendship, love are able to respect your mind. ഏതൊരു വ്യക്തിയാണോ നിങ്ങളോട് സൗഹൃദം ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്നത്, തീർച്ചയായും ആ വ്യക്തി നിങ്ങളുടെ മനസ്സും ബഹുമാനിക്കുന്നവനായിരിക്കണം. നിങ്ങളുടെ മനസ്സിനെ ബഹുമാനിക്കുന്ന വ്യക്തിയായിരിക്കണം തീർച്ചയായും നിങ്ങളുടെ സൗഹൃദവും ആഗ്രഹിക്കുന്നത്. ഇക്കാര്യത്തിൽ നിങ്ങൾ ഒരു നിർബന്ധ ബുദ്ധി ഉള്ളവനായിരിക്കണം. It means we able to say what Charlotte Bronte's Jane Eyre. I have an inward treasure born with which can keep me alive if all the extraneous delight should be withheld or offered only at a price I can't afford to give. ഇത് ഇപ്രകാരമാണ്. ജെയിൻ ഐറിഷ് എന്ന് പറയുന്ന നോവലിൽ ഷാർലറ്റ് ബ്രോണ്ടെ പറയുന്നത് പോലെ, ഷാർലറ്റ് ബ്രോണ്ടെ എഴുതിയ ജെയിൻ ഐറിഷ് എന്ന നോവലിലെ ഈ വാക്കുകളെ പോലെയാണ്. ഐ ഹാവ് ആൻ ഇൻവേർഡ് ട്രഷർ ബോൺ വിത്ത് മീ. ഞാൻ ജനിച്ചപ്പോഴേ എൻ്റെ അകത്ത്, എൻ്റെ ഉള്ളിൽ ഒരു അമൂല്യമായ നിധി എൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്.
അമൂല്യമായ ഒരു കഴിവോടുകൂടിയാണ് ഞാൻ ജനിക്കപ്പെട്ടത്. വിച്ച് ക്യാൻ കീപ് മീ അലൈവ് ഇഫ് ഓൾ. അതെന്നെ എക്കാലവും ജീവനോടെ നിലനിർത്താൻ എന്നെ സഹായിക്കുന്നു. If all extraneous delight should be withheld or offered only at a price I cannot afford it to give. എല്ലാ ബാഹ്യമായ സന്തോഷങ്ങളും എന്നെ പിടിച്ചു നിർത്തുമ്പോഴും എനിക്ക് ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയാത്ത ഒരു വിലയിടുമ്പോഴും എന്നെ അതിൽ നിന്ന് അതിജീവിക്കുന്നത് എപ്പോഴും എൻ്റെ ജന്മനാലുള്ള എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എൻ്റെ ഉള്ളിലെ ആ മൂല്യമായ നിധിയാണ്. Responsibility to yourselves means that you don't fall for shallow and easy solution, pre-digested books and ideas, weekend encounters guaranteed to change your life. Taking gut courses instead of ones you know all will challenge you. Bluffing at school and life instead of doing solid work. Marrying early as an escape from real decisions. Getting pregnant as an evasion of already existing problem. നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്തം എന്നാൽ യു ഡോണ്ട് ഫാൾ ഫ്രം ഷാലോ ഈസി റെസൊല്യൂഷൻ പ്രീ ഡൈജസ്റ്റഡ് ബുക്ക് ആൻഡ് ഐഡിയ. നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്തം എന്നാൽ അതൊരിക്കലും നിങ്ങൾ വായിച്ചറിഞ്ഞ പുസ്തകത്തിൽ നിന്നോ നിങ്ങൾ കേട്ടറിഞ്ഞ ആശയങ്ങളിലൂടെയോ സഞ്ചരിക്കലല്ല, ഒരു എളുപ്പമാർഗം തേടിയുള്ള സഞ്ചാരമല്ല, അല്ലെങ്കിൽ പൊള്ളയായ ആശയങ്ങളിൽ ചെന്ന് ചാടലല്ല നിങ്ങൾക്ക് നിങ്ങളോടുള്ള യാഥാർത്ഥ്യമെന്നാൽ. Taking gut course instead one you know all will challenge you and bluffing at school. സ്കൂളിലെ കളിച്ചു പഠിക്കലിനോടൊപ്പം മാത്രമല്ല, നിങ്ങൾക്ക് വെല്ലുവിളിയാവുന്ന ഗട്ട് കോഴ്സ്, ഏറ്റവും സങ്കീർണമായ കോഴ്സുകൾ നിങ്ങൾ എടുത്ത് പഠിക്കുക എന്നുള്ളതും നിങ്ങൾക്ക് നിങ്ങളോടുള്ള വെല്ലുവിളിയായി അല്ലെങ്കിൽ ഉത്തരവാദിത്തമായി മനസ്സിലാക്കുക. ലൈഫ് ഇൻസ്റ്റഡ് ഓഫ് ഡൂയിങ് സോളിഡ് വർക്ക്. വെറുതെ പഠിക്കുക എന്നുള്ളതിനപ്പുറം കാര്യക്ഷമമായി വല്ലതും ജീവിതത്തിൽ ചെയ്യുക എന്നുള്ളതും നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്തമാണ്. മാരിങ് ഏർലി ആൻഡ് എസ്കേപ്പ് ഫ്രം റിയൽ ഡിസിഷൻ. നിങ്ങളുടെ യഥാർത്ഥ തീരുമാനങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് നിങ്ങൾ വളരെ നേരത്തെ വിവാഹിതനാവുക അല്ലെങ്കിൽ വിവാഹിതയാവുക എന്നുള്ള തീരുമാനം. ഗെറ്റിംഗ് പ്രഗ്നൻറ്റ് ആസ് ആൻ ഇവാഷൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രോബ്ലം. നിലവിലുള്ള നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മുകളിൽ കൂടുതൽ പ്രശ്നങ്ങളെ വരുത്തി വയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾ നേരത്തെ പ്രഗ്നൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ. ഇറ്റ് മീൻസ് ദാറ്റ് യു റെഫ്യൂസ് ടു സെൽ യുവർ ടാലൻറ്റ് ആൻഡ് ആസ്പിരേഷൻ ഷോർട്ട് സിംപ്ലി ടു അവോയ്ഡ് കോൺഫ്ലിക്റ്റ് ആൻഡ് കൺഫ്രോണ്ടേഷൻ. അതായത് നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ വിൽക്കുക എന്നർത്ഥം. ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിലെ സംഘർഷങ്ങളെ, വെല്ലുവിളികളെ നേരിടാൻ ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ വിൽക്കുക എന്നുള്ളതിനാണ് നിങ്ങൾ നേരത്തെ വിവാഹിത ആവുക, നിങ്ങൾ നേരത്തെ പ്രഗ്നൻ്റ് ആവുക എന്നെല്ലാം പറഞ്ഞത്. ഇതെല്ലാം ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. And this in turn means resisting the force in society which say that women should be nice, play safe, have low professional expectation, draw in love and forget about work, live through others and stay in a place assigned to us. അതായത് അതിനർത്ഥം ഇതാണ്: നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ എതിർക്കേണ്ടതുണ്ട്. സമൂഹം നിങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ സുന്ദരമാണ്, നിങ്ങൾ സുരക്ഷിതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ടുള്ള ജോലികളൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണ്, നിങ്ങൾക്ക് പ്രതീക്ഷകളില്ലാത്തവരാണ്, നിങ്ങൾ വളരെ പെട്ടെന്ന് പ്രണയബന്ധങ്ങളിൽ ചെന്ന് ചാടുന്നവരാണ്, ഫർഗറ്റ് അബൌട്ട് വർക്ക്, നിങ്ങൾക്ക് നിങ്ങൾ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണ്, ലീവ് ത്രൂ അതേഴ്സ്, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതല്ല, ഒരു പൊസിഷൻ തന്നു കഴിഞ്ഞാൽ ആ പൊസിഷനിൽ എക്കാലവും തുടരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നീവ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ്. ഈ കാഴ്ചപ്പാടുകളെ എതിർക്കുക എന്നുള്ളതും നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. ഇറ്റ് മീൻസ് ദാറ്റ് വി ഇൻസിസ്റ്റ് ഓൺ എ ലൈഫ് ഓഫ് മീനിങ്ഫുൾ വർക്ക്. അതിനർത്ഥം നിങ്ങൾ നിങ്ങളോട് തന്നെ വാശി പുലർത്തണം, നിങ്ങളുടെ ജീവിതം അർത്ഥപൂർണമായൊരു ജീവിതമായിരിക്കണം എന്നുള്ളത്. ഇൻസിസ്റ്റ് വർക്ക് ബി മീനിങ്ഫുൾ ആസ് ലവ്, ഫ്രണ്ട്ഷിപ്പ് ഇൻ അവർ ലൈഫ്.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രണയങ്ങളും നിങ്ങളുടെ സൗഹൃദങ്ങളും അർത്ഥപൂർണമാവണം എന്നുള്ളത് നിങ്ങൾക്ക് വാശി പിടിക്കാൻ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവണം നിങ്ങളോട് തന്നെ. ഇറ്റ് മീൻസ് therefore the courage to be different. അതിനർത്ഥം നിങ്ങൾ വ്യത്യസ്തയാവാൻ ധൈര്യം കാണിക്കുക എന്നുള്ളതാണ്. Not to be continuously available to others when we need time ourselves and our work. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെല്ലായ്പ്പോഴും സമയം കണ്ടെത്താറുണ്ടല്ലോ. എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വേണ്ടിയും നമ്മുടെ ജോലികൾക്ക് വേണ്ടിയും നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. To be able to demand of others. നമ്മൾ മറ്റുള്ളവരോട് ആവശ്യപ്പെടാൻ ധൈര്യമുള്ളവരായിരിക്കണം. പാരൻസ്, ഫ്രണ്ട്സ്, റൂംമേറ്റ്സ്, ടീച്ചേഴ്സ്, ലവേഴ്സ്, ഹസ്ബൻഡ്, ചിൽഡ്രൻ, that they respect our sense of purpose, our integrity as a person. ഇവരെല്ലാവരും രക്ഷിതാക്കളും സുഹൃത്തുക്കളും സഹപാഠികളും അധ്യാപകരും കാമുകന്മാരും ഭർത്താവും കുട്ടികളും ആരു തന്നെയാവട്ടെ, ഇവരെല്ലാവരും നമ്മുടെ ലക്ഷ്യബോധത്തെ ബഹുമാനിക്കുകയും നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കാൻ തയ്യാറാവുകയും ചെയ്യണം. അപ്രകാരത്തിൽ അത് നമ്മൾ ആവശ്യപ്പെടുക തന്നെ ചെയ്യണം. അത് കിട്ടിയില്ലെങ്കിൽ അത് നേടിയെടുക്കാൻ നമ്മൾ ധൈര്യം കാണിക്കുക തന്നെ ചെയ്യണം. Women everywhere are finding courage to do this. More and more, we are finding that courage both in our study of women in the past who possessed it. സ്ത്രീകളെല്ലായിടത്തും ഇത്തരത്തിൽ ധൈര്യം നേടേണ്ടതാണ്. നമ്മൾ കൂടുതൽ നമ്മുടെ പാഠപുസ്തകങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭൂതകാലത്തിലെ സ്ത്രീകൾ പലപ്പോഴും ഇത്തരത്തിൽ ധൈര്യമുള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണാം. And in each other, as we look to other women for comradeship, community and challenge. കൂടാതെ നമ്മൾ പരസ്പരം മറ്റു സ്ത്രീകളോട് ബന്ധം പുലർത്തുമ്പോഴും അവർ നമ്മളുടെ സഖാക്കളായി, നമ്മുടെ സുഹൃത്തുക്കളായി, നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായി അവരും വെല്ലുവിളിക്കാൻ തയ്യാറാവും. The difference between life lived actively and a life of passive drifting and dispersal of energies is an immense difference. നിങ്ങൾ കർമ്മനിരതമായി ജീവിക്കുക എന്നുള്ളതും നിങ്ങൾ പാസീവായി ജീവിക്കുക എന്നുള്ളതിൽ നിന്നും വലിയ വ്യത്യാസമുണ്ട്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈഫ് ലിവ്ഡ് ആക്റ്റീവ്ലി, കർമ്മനിരതമായിട്ടുള്ള നിങ്ങളുടെ ജീവിതം വളരെ വ്യത്യസ്തമാണ്. ഇതിൽ നിന്ന് നിങ്ങൾ പാസീവായി ഒന്നും ചെയ്യാതെ നിങ്ങളൊരു മൂലക്കിരിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. വൺസ് വി ബിഗിൻ ടു ഫീൽ കമ്മിറ്റഡ് ടു അവർ ലൈഫ്, ഒരിക്കൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തോട് ആത്മാർത്ഥത തോന്നിയാൽ, റെസ്പോൺസിബിലിറ്റി ടു യുവർ സെൽഫ്, നമ്മൾക്ക് നമ്മളോട് തന്നെ ഉത്തരവാദിത്വം തോന്നിയാൽ, വി ക്യാൻ നെവർ അഗെയിൻ ടു സാറ്റിസ്ഫൈഡ് വിത്ത് ഓൾഡ് പാസീവ് ലൈഫ്. പിന്നീട് ഒരിക്കലും നമ്മുടെ നിഷ്ക്രിയമായ പഴയ ജീവിതത്തോട് നമുക്കൊരിക്കലും സംതൃപ്തി തോന്നുകയില്ല. Now comes to the second part of contract. I believe that the women college, you have the right to expect your faculty to take you serious. ഇനി എൻ്റെ പ്രസംഗത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാം. I believe in women college, you have right to expect your faculty to take you seriously. ഒരു വുമൻസ് കോളേജിൽ നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നു. The education of women has been matter of debate for centuries. നൂറ്റാണ്ടുകളായി സ്ത്രീ വിദ്യാഭ്യാസം എന്നുള്ളത് എക്കാലവും ഒരു വിവാദ വിഷയം തന്നെയാണ്, ഒരു തർക്ക വിഷയം തന്നെയാണ്. ഓൾഡ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് ബോട്ട് വുമൻ റോൾ, കാലങ്ങളായി സ്ത്രീകളുടെ റോളുകളെക്കുറിച്ച് പലപ്പോഴും ഒരു നെഗറ്റീവായ ചിന്താഗതിയാണ് സമൂഹത്തിനുള്ളത്. വുമൻസ് എബിലിറ്റി ടു തിങ്ക് ആൻഡ് ടേക്ക് എ ലീഡർഷിപ്പ് ആർ സ്റ്റിൽ സ്ട്രൈവ് ബോത്ത് ഇൻ ഔട്ട്സൈഡ് ആൻഡ് യൂണിവേഴ്സിറ്റി. സർവകലാശാലയ്ക്ക് അകത്തും പുറത്തും സമൂഹത്തിൽ തന്നെ സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ള കഴിവുണ്ടോ, നേതൃത്വ പാഠവും നേടിയെടുക്കാനുള്ള, നയിക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളതെല്ലാം ഒരു തർക്ക വിഷയം തന്നെയാണ്. മെനി മെയിൽ പ്രൊഫസേഴ്സ്, I don't mean only at Douglas College, still feel that teaching in women's college is a second-rate career. പലപ്പോഴും പുരുഷന്മാരായ അധ്യാപകർക്ക്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഡഗ്ലസ് കോളേജിനെ മാത്രമല്ല, പുറത്തുള്ള മറ്റു കോളേജുകളിലും വുമൻസ് കോളേജിൽ പഠിപ്പിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച്
ഒരു രണ്ടാം തരം ജോലിയായാണ് അവർ കാണുന്നത്. പലപ്പോഴും പുരുഷന്മാരായിട്ടുള്ള അധ്യാപകർക്ക് വുമൻസ് കോളേജിൽ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു രണ്ടാം തരം ജോലിയായാണ് അവർ പരിഗണിക്കുന്നത്. Many tended to eroticize their women students, to treat them as a sexual object instead of demanding the best of their minds. At Yale, a legal suit, Alexander vs. Yale, has been brought against the university by a group of women students, demanding a stated policy against sexual advances towards female students by male professors. Many tended to eroticize their women students. പലപ്പോഴും കൂടുതലും പുരുഷന്മാരായ അധ്യാപകർക്ക് വുമൺ സ്റ്റുഡൻസ്, സ്ത്രീകളായിട്ടുള്ള വിദ്യാർത്ഥികളോട് ഇറോട്ടസൈസ്, ദേ ട്രീറ്റ് ദം ആസ് എ സെക്ഷൽ ഒബ്ജക്റ്റ്, പെൺകുട്ടികളെ അവരൊരു സെക്ഷൽ ഒബ്ജക്റ്റായിട്ട് മാത്രമാണ് പരിഗണിക്കപ്പെടുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഡിമാൻഡിങ് ദ ബെസ്റ്റ് ഓഫ് ദെയർ മൈൻഡ്സ്, ഒരിക്കലും അവരുടെ മനസ്സിനെ അവർ അംഗീകരിക്കുന്നില്ല. അതായത് ഒരു റിയൽ സ്റ്റുഡൻറ്റ്, ഒരു മെയിൽ സ്റ്റുഡൻറ്റിനെ പോലെ ഇവരൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഇവർക്കുണ്ട് എന്നുള്ള കോൺസെപ്റ്റിൽ ഒരിക്കലും കൺസിഡർ ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, യേൽ ലീഗൽ സ്യൂട്ട്, അതിൻ്റെ ഉദാഹരണമാണ് യേൽ ലീഗൽ സ്യൂട്ട്. അലക്സാണ്ടർ വേഴ്സസ് യേൽ ഒരു കേസാണ് ഇവിടെ പറയുന്നത്. has been brought against the university by a group of women students demanding stated policy against sexual advance towards male students by male professors. Female students നോട് മെയിൽ പ്രൊഫസേഴ്സ് സെക്ഷൽ അഡ്വാൻസ് കാണിക്കുന്നു എന്നുള്ളതിന് എതിരായിട്ട് യൂണിവേഴ്സിറ്റി വുമൺ സ്റ്റുഡൻസ് നൽകിയ ഒരു ഫയൽ, ഒരു കേസാണ് ഇതിന് ആധാരം. മെയിൽ ടീച്ചേഴ്സ്, ബോത്ത് മെൻ ആൻഡ് വുമൻ, ട്രെയിൻഡ് ബൈ മെയിൽ സെൻറ്റേർഡ് ട്രഡീഷൻ. ഇനി ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ, അധ്യാപകർ എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിൽ മെൻ ആൻഡ് വുമൻ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരെല്ലാവരും ട്രെയിൻഡ്, പഠിച്ചു വരുന്നത് ഒരു മെയിൽ സെൻറ്റേർഡ് ട്രഡീഷനിലാണ്, ഒരു പുരുഷ കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ നയത്തിലൂടെയാണ് അവർ പഠനം നടത്തി വരുന്നത്. ആർ സ്റ്റിൽ ഹാൻഡിങ് ടു ഐഡിയാസ് എ ടെക്സ്റ്റ് ഓഫ് ദ ട്രഡീഷൻ ഓൺ ടു സ്റ്റുഡൻസ് വിത്തൗട്ട് ടീച്ചിങ് ദം ക്രിട്ടിസൈസ്ഡ് ആൻറ്റി വുമൺ ആറ്റിറ്റ്യൂഡ്. അവരെല്ലാവരും പഠിച്ചിരിക്കുന്നത് ഒരു ട്രഡീഷണലായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്, പരമ്പരാഗതമായ ഒരു ആശയം. ആ ടെക്സ്റ്റിലെ ആശയങ്ങൾ അതുപോലെ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ്. വിത്തൗട്ട് ടീച്ചിങ് ദം ക്രിട്ടിസൈസ് ദ ആൻറ്റി വുമൺ ആറ്റിറ്റ്യൂഡ്, ഒമിഷൻ ഓഫ് വുമൺ പാർട്ട് ആസ് എ സ്പീഷീസ്. ഒരു ജീവിവർഗത്തിൽ, മനുഷ്യവർഗത്തിൽ ഒരു പാർട്ട് തന്നെ, ഒരു ഭാഗം തന്നെയാണ് വുമൺ എന്നുള്ളത്. പക്ഷേ ആ വുമണിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ടെക്സ്റ്റൽ ആക്ടിവിറ്റിയിൽ നിന്ന്, ടീച്ചിങ് ആക്ടിവിറ്റിയിൽ നിന്ന്, ലേണിംഗ് പ്രോസസ്സിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒമിഷൻ മാറ്റി നിർത്തിക്കൊണ്ട്, കൂടാതെ ആൻറ്റി വുമൺ ആറ്റിറ്റ്യൂഡിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഒക്കെയാണ്, വുമൺ ആറ്റിറ്റ്യൂഡിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ആൻറ്റി വുമൺ നേച്ചറോട് കൂടിയൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്, പഠനം നടക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത്. Too often all of us fail to teach the most important thing and which is that clear thinking. പലപ്പോഴും നമ്മളെല്ലാവരും പരാജയപ്പെട്ട ഒരു കാര്യമുണ്ട് പഠനത്തിൽ അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ. പലപ്പോഴും വ്യക്തമായി ചിന്തിക്കാൻ പഠിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ആക്റ്റീവ് ഡിസ്കഷൻ, കാര്യക്ഷമമായ ചർച്ചകളിലൂടെ പഠനം നടത്തപ്പെട്ടിട്ടില്ല. എക്സലൻ്റ് റൈറ്റിംഗ്, ആൾ നെസസറി ഫോർ ഇൻ്റലക്ച്വൽ ഫ്രീഡം, അല്ലെങ്കിൽ കൃത്യമായ വൈജ്ഞാനികമായ എഴുത്തുകൾ, ഇതെല്ലാം എന്തിന് ഭാഗമാണ്? ഇതെല്ലാം ഇൻ്റലക്ച്വൽ ഫ്രീഡം, വൈജ്ഞാനികമായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ചർച്ചകളുണ്ടാവണം, വ്യക്തമായി ചിന്തകൾ രൂപപ്പെടണം, കാര്യക്ഷമമായ എഴുത്തുകൾ തയ്യാറാക്കപ്പെടണം. ഇതെല്ലാം നടന്നെങ്കിൽ മാത്രമേ ഒരു ഇൻ്റലക്ച്വൽ ലേണിംഗ് നടക്കുകയുള്ളൂ. ദാറ്റ് ആർ റിക്വയർ ഹാർഡ് വർക്ക്. കാരണം ഇതിനെല്ലാം കഠിനാധ്വാനവും വേണം. സംടൈം പെർഹാപ്സ് the discouragement with the culture with both anti-intellectual, anti-woman. കൂടാതെ ഇത് മാത്രമല്ല, ചിലപ്പോഴൊക്കെ നമ്മുടെ സംസ്കാരം പോലും ഇതിനെതിരാണ്, ഇതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. സംസ്കാരം പോലും വൈജ്ഞാനികമായ പഠനത്തിനെതിരാണ്, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരാണ് എന്ന് പറയാം. We may resign ourselves to low expectation for our students before we have given them half chance to become more thoughtful, expressive human beings. നമ്മൾ പലപ്പോഴും വലിയ പ്രതീക്ഷകളൊന്നും നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എന്ന് പറയാം. വി ഹാവ് ഗിവൺ ദം ഹാഫ് ചാൻസ്. നമ്മൾ പലപ്പോഴും അവർക്ക് മുന്നോട്ട് വയ്ക്കുന്നത് ഒരു അർദ്ധ സാഹചര്യം, അവസരങ്ങൾ മാത്രമാണ്. അതും പലപ്പോഴും എന്ത് ചെയ്യാൻ വേണ്ടി, തോട്ട്ഫുൾ ചെയ്യാൻ, എക്സ്പ്രസീവ്, അത് പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രം.
പൂർണ്ണമായ സ്വാതന്ത്ര്യം പലപ്പോഴും നൽകുന്നില്ല. We needed to take to heart the word of Elizabeth Barrett Browning, a poet, a thinking woman, and a feminist, who wrote in 1845 of her impatience with the studies which cultivate a passive recipiency in the mind, and asserted that women wanted to be made to think actively. Their apprehension is quicker than that of men. എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ്, റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ഭാര്യ, വിഖ്യാതനായ കവി റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ വൈഫായിട്ടുള്ള എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ്, അവരുടെ ചിന്തകൾ, ഒരു ഫെമിനിസ്റ്റ് കൂടിയാണ്. അവരുടെ ചിന്തകൾ ഒരിക്കൽ ഇപ്രകാരം എഴുതി 1845. Her impatience with the studies with cultivate a passive recipiency in the mind. Passive recipiency, നിഷ്ക്രിയമായ സ്വീകർത്താവ് എന്നുള്ള രീതിയിൽ അവരുടെ ആശയമാണ് എഴുതിയത്. അവർ പറഞ്ഞത്, വുമൺ വാണ്ട് ടു ബി മെയ്ഡ് ടു തിങ്ക് ആക്റ്റീവ്ലി. സ്ത്രീകൾ ആക്റ്റീവായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ദർ അപ്രിഹെൻഷൻ ഈസ് ക്വിക്കർ ദാൻ ഓഫ് മാൻ. പുരുഷനേക്കാൾ കൂടുതൽ പെട്ടെന്ന് ധാരണയിലെത്തുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിവുള്ളവരാണ് സ്ത്രീകൾ. ബട്ട് ദർ ഡിഫക്റ്റ് ലൈസ് ഫോർ ദ മോസ്റ്റ് പാർട്ട് ഓഫ് ഇൻ. തീർച്ചയായും അധ്യാപകർ തിരിച്ചറിയപ്പെടേണ്ടതാണ്. ഇവരുടെ മനസ്സും ഇവരുടെ അനുഭവങ്ങളും വാല്യുബിൾ, മൂല്യവത്താണെന്നും ഏതൊരു സിവിലൈസേഷൻ, സംസ്കാരത്തേക്കാൾ കൂടുതൽ ഇവർ മൂല്യമുള്ളവരാണെന്നും. They are no more exhilarating and intellectual fertile place academic world today than women's college. ഇന്നത്തെ ലോകത്ത് ഏറ്റവും ഫലഭൂഷ്ടമായ വൈജ്ഞാനികമായ ലോകം എന്ന് പറയുന്നത് ഒരു വുമൻസ് കോളേജാണ്, അല്ലാതെ മറ്റൊരിടവുമില്ല എന്ന് തിരിച്ചറിയേണ്ടതാണ്. If both students and teachers in a large enough numbers are trying to fulfill this contract, വിദ്യാർത്ഥിയും അതുപോലെ അധ്യാപകരും വലിയ തോതിൽ തന്നെ അവർ തമ്മിലുള്ള ഈ ബന്ധം പൂർത്തീകരിക്കാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. The contract is really a pledge of mutual seriousness about women, about language, ideas, method and values. ഈ കരാർ എന്ന് പറയുന്നത് ഒരു ശപഥമാണ്. ആ ശപഥം സ്ത്രീയും ഭാഷയും ആശയങ്ങളും രീതികളും മൂല്യങ്ങളും കെട്ടുപിണഞ്ഞതാണ്. It is our shared commitment toward a world with inborn potential, so many women's mind will no longer be wasted, revealed away, paralyzed or denied. ഇക്കാര്യം തിരിച്ചറിയപ്പെട്ടാൽ, ഇത്തരത്തിലുള്ളൊരു സമർപ്പണ ബുദ്ധി ഈ ലോകത്തോട് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും ധാരാളം കഴിവുകളുള്ള ഒരുപാട് സ്ത്രീകൾ ഈ ഭൂമിയിൽ വീണ്ടും ജനിക്കപ്പെടും. ഒരിക്കലും അവരുടെ മനസ്സ് പാഴായി പോവുകയില്ല, മരവിച്ചു പോവുകയില്ല, മറ്റുള്ളവരാൽ നിരസിക്കപ്പെട്ടു പോവുകയില്ല.